ഹായ് ഹലോ, ഞാൻ ആൻസ്ലി. വെൽക്കം ബാക്ക് ടു ഇമയ ബോട്ടി. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ കമന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ കാറ്റലോഗിൽ നമ്മൾ റെഡി ടു വെയർ ഫുൾ സെറ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്നതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഒരു ഷെയ്ഡ് കൂടിയാണ് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് എന്ന് പറയുന്നത്. നമുക്ക് ഓണമൊക്കെയാണ് വരുന്നത്. അതിൽ നിന്നൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കാൻ പാകത്തിന് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഒരുപോലെ ഇടാൻ പറ്റുന്ന അത്രയും നല്ല കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 4 കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ്. കട്ട് ബീഡിന്റെയോ സീക്വൻസ് വർക്ക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്കിലാണ് ഈ ഒരു ഫുൾ സെറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ മാക്സിമം തന്നെ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാവർക്കും തന്നെ അഫോർഡബിൾ ആവുന്ന ഒരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 കളർ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു പാർട്ടി വെയർ സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ്. നമുക്ക് അത്രയും റിക്വസ്റ്റ് ഉള്ള ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഒനിയൻ ഷെയ്ഡ് വരുന്നുണ്ട്, ഡാർക്ക് ഒലീവ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് മെറൂൺ ഷെയ്ഡ്. ഇങ്ങനെ 4 ഷെയ്ഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക്, ത്രെഡ് വർക്ക് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വാഷ് ചെയ്യാനും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. അതിനു മുന്നായിട്ട് നമുക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോ നമ്മൾ ഓഫർ സെയിൽ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ ഓഫർ സെയിൽ കഴിഞ്ഞു. കുറെ പേർക്ക് കിട്ടാത്തുണ്ടെന്ന് അറിയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1-2 പീസ് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ 1-2 പീസ് നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓഫർ സെയിൽ ഇടുന്നത്. അപ്പൊ കുറെ പേർക്ക് കിട്ടാത്തതുണ്ട്. നമ്മൾ ഇനിയും ഓഫർ സെയിൽ ഒക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി മുൻകൂട്ടി നമ്മൾ പറയുന്നതാണ്, ഓഫർ സെയിൽ ആണ്, നെക്സ്റ്റ് വീഡിയോ നമ്മൾ പറയുന്നതാണ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇനി കിട്ടാത്തവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോവാം. ഇന്നത്തെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്നത് തന്നെയാണ് കേട്ടോ. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ്. മെഷീൻ എംബ്രോയിഡറി വർക്കിലാണ് ഈ യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫാബ്രിക് വരുന്നത് ബദ്രി സിൽക്ക് ആണ് കേട്ടോ. ബദ്രി സിൽക്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ വിചിത്ര സിൽക്ക് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന, അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫാബ്രിക് തന്നെയാണ്. നല്ല സോഫ്റ്റും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യുമ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് കൂടിയാണ് കേട്ടോ നമുക്ക് വരുന്നത്. കുറച്ച് ഏജ് ഉള്ളവർക്ക് പോലും കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന വർക്കാണ് ഈ ഒരു യോക്ക് പോർഷനിൽ. കംപ്ലീറ്റ് ആയിട്ടും ചെറിയൊരു ത്രെഡ് വർക്കും ഈ ഒരു ടോപ്പ് പോർഷനിൽ വരുന്നുണ്ട്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു വർക്കിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. റൗണ്ട് നെക്ക് ആണ് വരുന്നത്. ത്രെഡ് വർക്ക് കൊടുത്തിട്ട് ആ ഒരു നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഡിഫറെന്റ് കളേഴ്സിൽ നല്ല നീറ്റ് ആയിട്ടും ഫിനിഷ് ആയിട്ടും നല്ല കുറെ കളേഴ്സിലുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് മെഷീൻ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത്. താഴേക്ക് സ്കാറ്റേർഡ് ആയിട്ടും ഫ്ലവർ ഷേപ്പിൽ ഡിഫറെന്റ് കളേഴ്സിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. 46 ഇഞ്ചസ് ആണ് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഈ ഒരു പ്ലെയിൻ ഷെയ്ഡില് ലാവണ്ടർ ഷെയ്ഡില് ഇങ്ങനെ വരും. ഈ ഒരു കളർ ഷെയ്ഡ് നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റോക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഫോട്ടോസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഓർഡേഴ്സ് എടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു കളർ ഷെയ്ഡ് ലിമിറ്റഡ് ആയിരിക്കും. ബാക്കി കളേഴ്സ് എല്ലാം നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു കളർ ഷെയ്ഡ് നമുക്ക് അത്രയും റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു കളർ ഷെയ്ഡിൽ ഡിഫറെന്റ് പാറ്റേണിൽ കൊണ്ടുവരുന്നത്. അപ്പൊ കിട്ടാത്തവർ വേഗം പർച്ചേസ് ചെയ്യുക. ബാക്കിയുള്ള കളർ ഷെയ്ഡിൽ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ബോട്ടം ചെയ്തിട്ടുള്ളത് സാൻഡ്വുഡ് ഫാബ്രിക്കില് നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഒരു ബോട്ടം വരുന്നത്. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. 1 സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു പോക്കറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു 37 ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത് കിട്ടുന്നുണ്ട്. നമുക്ക് സിഗരറ്റ് പാന്റിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതിയാവട്ടെ. ഇതാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന മോഡലില് നല്ലൊരു സ്കാലപ്പ് ബോർഡേഴ്സ് 2 ലോങ് എൻഡ് സ്കാലപ്പ് ആയിട്ട് കൊടുത്തിട്ട് ഈ ഒരു 1 എൻഡില് സെയിം എംബ്രോയിഡറി വർക്ക്, നെക്ക് പോർഷനിൽ വരുന്ന സെയിം എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു 1 സൈഡ് നമ്മൾ തിക്ക് ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നത്. ത്രൂ ഔട്ട് ഈ ഒരു ദുപ്പട്ടയിൽ ചെറിയൊരു സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം. നല്ലൊരു ഓർഗൻസ ഫാബ്രിക്കിലാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒതുങ്ങി കിടക്കുന്ന ഓർഗൻസ ഫാബ്രിക്കിൽ. ഇതിന്റെ ക്ലോസ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. സ്കാലപ്പ് ബോർഡേഴ്സ് ആണ് വരുന്നത്. ലോങ് എൻഡ് സ്കാലപ്പ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ഈ ദുപ്പട്ടയിൽ ചെറിയൊരു വർക്ക് ഡിഫറെന്റ് കളേഴ്സിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ ഷേപ്പിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എൻഡ് വരുന്നതും സ്കാലപ്പ് ആയിട്ട് തന്നെ നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. നല്ല ലെങ്ത്തിലും വിഡ്ത്തിലുമാണ് ഈ ദുപ്പട്ടയും വരുന്നത്. 2.5 മീറ്റർ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നുണ്ട്. ഫുള്ളുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1150 1150 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്. ഇത്രയും നല്ലൊരു ഡിസൈനിൽ വരുന്ന കളക്ഷൻ ഈ ഒരു പ്രൈസിൽ എന്ന് പറഞ്ഞാൽ അത്രയും വേർത്താണ് കേട്ടോ. അപ്പൊ മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനായാലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഏതെങ്കിലും ഒരു ഫംഗ്ഷന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അത്രയും നല്ല ഡിസൈൻ ആണ് വരുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡില് നല്ലൊരു ഡിഫറെന്റ് കളേഴ്സിൽ മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ.
നല്ല ഭംഗിയുള്ള സ്കാലപ്പ് ബോർഡേഴ്സ് കൊടുത്തിട്ട് ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. യോക്ക് പോർഷൻ വരുന്നത് ഡിഫറെന്റ് കളേഴ്സിലുള്ള ത്രെഡ് ആണ് വരുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സ്കാറ്റേർഡ് ആയിട്ട് താഴേക്കും നല്ലൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. ഡിഫറെന്റ് കളേഴ്സിൽ തന്നെയാണ് ഫ്ലവർ ഷേപ്പിൽ ത്രെഡ് കൊടുത്തിട്ടുള്ളത്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരും. ബോട്ടം സെയിം തന്നെയാണ്. സാൻഡൂൺ ഫാബ്രിക്കിൽ ഇലാസ്റ്റിക് വേസ്റ്റോട് കൂടിയിട്ടാണ് ബോട്ടം വരുന്നത് കേട്ടോ. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. വിത്ത് വൺ സൈഡ് പോക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള പോക്കറ്റ് ആണ്. നമുക്ക് മൊബൈൽ ആയാലും ഹാൻഡ് കർച്ചീഫ് ആയാലും ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ഉള്ള പോക്കറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 37 ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത്. സാൻഡൂൺ ഫാബ്രിക് ആണ്. സിഗരറ്റ് പാന്റിന്റെ ഒക്കെ മോഡൽ ലൂസ് ഫിറ്റ് ആയിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത്. നമുക്ക് ദുപ്പട്ട വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന മോഡലിൽ 2 ലോങ് എൻഡ് സ്കാലപ്പ് ആയിട്ട് കൊടുത്തിട്ട് 1 എൻഡിൽ തിക്കായിട്ട് സെയിം എംബ്രോയിഡറി വർക്ക് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിന്റെ ക്ലോസ് ലുക്ക് നോക്കാം. ദുപ്പട്ടയുടെ ക്ലോസ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സ്കാലപ്പ് ആയിട്ട് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ലോങ് എൻഡ് സ്കാലപ്പ് വരുന്നുണ്ട്. നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്ക്, ഒരു ലാവൻഡർ ഷെയ്ഡിലും ഗ്രീൻ ഷെയ്ഡിലുള്ള വർക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു വൺ സൈഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് താഴേക്ക് ഫ്ലവർ ഷേപ്പിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് 1150 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഇല്ലാത്ത കളർ ഷെയ്ഡ് ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഇന്ന് തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഏതാ നോക്കാം. ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന തേർഡ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന ഡാർക്ക് ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് യോക്ക് പോർഷനിലും അതുപോലെ തന്നെ ദുപ്പട്ടയുടെ 1 എൻഡിലും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. റൗണ്ട് നെക്ക്, സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്ക് ലൈന് ചുറ്റും ത്രെഡ് വർക്ക് വരുന്നുണ്ട്. സെയിം കളർ ഷെയ്ഡിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ട് നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് നല്ല ഭംഗിയിൽ നീറ്റ് ആയിട്ടും ഫിനിഷ് ആയിട്ടും പിങ്കും ലാവൻഡർ ഷെയ്ഡിലൊക്കെ വരുന്ന നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് സ്കാറ്റേർഡ് ആയിട്ടും ഫ്ലവർ ഷേപ്പിലുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. സെയിം ലെങ്ത് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. 46 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ബാക്ക് പോർഷനും സെയിം കളർ ഷെയ്ഡിൽ തന്നെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ഇതിന്റെ ബോട്ടം ചെയ്തിട്ടുള്ളത് സാൻഡൂൺ ഫാബ്രിക്കിലാണ്. നല്ല ലെങ്ത്തിൽ തന്നെ 37 ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട്. ഇലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. വിത്ത് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിഗരറ്റ് പാന്റിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന് ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ദുപ്പട്ട ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന മോഡലിൽ നല്ല ലെങ്ത്തിലും വിഡ്ത്തിലും വരുന്ന ദുപ്പട്ടയാണ്. ഒരു ഓർഗൻസ ഫാബ്രിക്കില്, സോഫ്റ്റ് ആയിട്ട് വരുന്ന ഓർഗൻസ ഫാബ്രിക്കില് 2 ലോങ് എൻഡ് സ്കാലപ്പ് ആയിട്ട് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത്. യോക്ക് പോർഷനിൽ സെയിം എംബ്രോയിഡറി വർക്ക്, സെയിം കളർ ഷെയ്ഡിലുള്ള വർക്ക് കൊടുത്തിട്ടാണ് 1 സൈഡ് തിക്കായിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. സ്കാറ്റേർഡ് ആയിട്ട് സെക്കൻഡ് എൻഡ് വരുന്നതും ഇങ്ങനെയാണ്. ത്രെഡ് വർക്ക് ആണ് സ്കാറ്റേർഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ലെങ്ത്തിലും വിഡ്ത്തിലും നമുക്ക് 1 സൈഡ് ആയിട്ട് തട്ടായിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ട, നല്ല ലെങ്ത്തിൽ ദുപ്പട്ടയും ചെയ്തിട്ടുണ്ട്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 1150 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇന്നത്തെ കാറ്റലോഗിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒനിയൻ പിങ്ക് ആണ് കേട്ടോ. നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡിൽ സെയിം എംബ്രോയിഡറി വർക്ക്, സെയിം കളർ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്ക് ആണ്. സിമ്പിൾ ആയിട്ട് വരുന്ന റൗണ്ട് നെക്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസ് ലുക്ക് വരുന്നത്. സെയിം കളർ കോമ്പിനേഷനിലുള്ള എംബ്രോയിഡറി വർക്ക് നല്ല നീറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴേക്ക് സ്കാറ്റേർഡ് ആയിട്ട് ചെറിയൊരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. 4 കളർ ഷെയ്ഡിൽ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 കളർ ഷെയ്ഡിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്ത കളർ ഷെയ്ഡ് ഒക്കെ നോക്കിയിട്ട് മാക്സിമം പർച്ചേസ് ചെയ്യാം കേട്ടോ. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ദുപ്പട്ട സെയിം തന്നെയാണ്. സാൻഡൂൺ ഫാബ്രിക്കിൽ ഇലാസ്റ്റിക് വേസ്റ്റോട് കൂടിയിട്ട് വരുന്നതാണ്. ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വിത്ത് 1 സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉള്ള പോക്കറ്റ് ആണ്. അത്യാവശ്യം മൊബൈലൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേസ് ഉള്ള പോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിഗരറ്റ് പാന്റിന്റെ ഒക്കെ മോഡൽ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടാണ്. 37 ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് കിട്ടുന്നുണ്ട്. ദുപ്പട്ട ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന മോഡല് സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ നല്ലൊരു തിക്കായിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക് 1 സൈഡ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ. സെയിം വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും വരുന്നത്. ദുപ്പട്ട ത്രൂ ഔട്ട് സെയിം എംബ്രോയിഡറി വർക്ക്, ഈ ഒരു ടോപ്പ് പോർഷനിലെ താഴേക്ക് വരുന്ന സെയിം എംബ്രോയിഡറി വർക്ക് ഫ്ലവർ ഷേപ്പിൽ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ 2XL സൈസ് വരെയാണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1150 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഇന്ന് തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഫുൾ സെറ്റ് ആണ് കേട്ടോ, റെഡി ടു വെയർ പാർട്ടി വെയർ സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ്. ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്റ്റും തന്നെ വിത്തിൻ 2 ഡേയ്സിൽ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത്. ഇന്ത്യൻ പോസ്റ്റ് വഴി പോകുന്നതെല്ലാം ഫ്രീ ഷിപ്പിംഗിലും ആയിരിക്കും. നമുക്ക് DTDC അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് DTDC തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് DTDC വരുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി അത്യാവശ്യം വേണ്ടവർ DTDC തന്നെ പ്രിഫർ ചെയ്യുക. DTDC വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട്. ഇന്ത്യൻ പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 days, 6
to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നത് കേട്ടോ. അപ്പൊ 6 to 7 ഡേയ്സ് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രാക്കിംഗ് ഐഡി എടുത്ത് തരുന്ന കേട്ടോ. എന്നിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. DTDC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐറ്റം റിസീവ് ആവുന്നതാണ്. നമുക്ക് വെയിറ്റ് അനുസരിച്ചിട്ടാണ് DTDCയിൽ പേയ്മെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് പറഞ്ഞു തരുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പാക്കറ്റ് ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. കറക്റ്റ് ആയിട്ട് ഐറ്റം പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം. വീഡിയോ ഓഫ് ചെയ്തതിനു ശേഷം വരുന്ന ഇഷ്യൂസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ മാക്സിമം വീഡിയോ ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇഷ്യൂ ഒന്നും ഇല്ലാതെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വീഡിയോ ഓഫ് ചെയ്യും. സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ചും അവൈലബിൾ അല്ല കേട്ടോ. എപ്പോഴും കറക്റ്റ് സൈസ് ചൂസ് ചെയ്യുക. കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്തത് ഏറ്റവും നല്ലതായിരിക്കും. ഓൾട്ടർ ചെയ്തിട്ടായാലും പിന്നീട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് സൈസ് റിലേറ്റഡ് ആയിട്ട് ഓൾട്ടർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കണ്ട വാട്സപ്പിൽ കറക്റ്റ് മെഷർമെന്റ് ചോദിക്കാവുന്ന കേട്ടോ. നമ്മൾ ഇവിടുന്ന് മെഷർമെന്റ് ഹിപ്പ് സൈസ് ആയാലും കുറെ പേര് ഹിപ്പ് സൈസ് ചോദിക്കാറുണ്ട്, ചെസ്റ്റ് സൈസ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുത്ത് തരുന്നതാണ്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടോപ്പിന്റെ മെഷർമെന്റ് നോക്കി കമ്പയർ ചെയ്തതിനു ശേഷം മാത്രം ഐറ്റം ഓർഡർ ചെയ്യുക. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.